ഹായ് എവ്രിവൺ. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ പേര് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. നമ്മൾ യൂണിഫോം ഡിസ്ക്രീറ്റ് ആണ് കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നത്. സോ ദ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ, എ റാൻഡം വേരിയബിൾ വിച്ച് ടേക്ക് ടു വാല്യൂസ് 0 and 1 വിത്ത് പ്രോബബിലിറ്റീസ് Q and P റെസ്പെക്റ്റീവ്ലി. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ആകെ 2 വാല്യൂസാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പറ്റുക. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിളിന് 0യും 1ഉം മാത്രമാണ് വാല്യൂസ് എടുക്കാൻ കഴിയുക. ആൻഡ് അതിൻ്റെ പ്രോബബിലിറ്റീസ് 0 എടുക്കാനുള്ള പ്രോബബിലിറ്റീസ് Q ആൻഡ് 1 എടുക്കാനുള്ള പ്രോബബിലിറ്റീസ് P. അതർവൈസ് വി ക്യാൻ സേ ദാറ്റ് a distribution, a random experiment having only 2 possible outcomes. One is success and the other is failure. അത്തരത്തിൽ നമ്മൾ യൂഷ്വലി ബെർണോളി ട്രയൽ നമ്മൾ പറയാറുണ്ട്. ആകെ 2 പോസിബിലിറ്റീസ്, ഒന്ന് സക്സസ്സും മറ്റത് ഫെയിലിയറും. സക്സസ് ആവാനുള്ള വാല്യൂവിനെ നമ്മൾ 1 എന്നും ഫെയിലിയറിനെ നമ്മൾ 0 എന്നും എടുക്കും. ആൻഡ് അതിൻ്റെ പ്രോബബിലിറ്റീസ് P and Q, അതായത് സക്സസിൻ്റെ പ്രോബബിലിറ്റി Pയും ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി Qയും. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി x is equal to 0 is Q and probability x is equal to 1 is P is said to have Bernoulli distribution. അത്തരത്തിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ഇസ് വെരി ഈസി. മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എന്തുകൊണ്ടാണ്? ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സിന് ആകെ എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 0 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി Q പ്ലസ് ദെൻ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 1 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി P. 0 ഇൻറ്റു Q പ്ലസ് 1 ഇൻറ്റു P. 0 ഇൻറ്റു Q is 0, 1 ഇൻറ്റു P is P. സോ P ആണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് P ആണ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് വേരിയൻസ്? വേരിയൻസ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. So what is expectation of x square? That is 0 square into Q plus 1 square into P. 0 square ഇട്ടിട്ടില്ല. So 0 square എടുത്താലും 0 എടുത്താലും that's 0. 0 square into Q plus 1 square into P. That is expectation of x square. Summation x square f of x. Minus expectation of x the whole square. Expectation of x is P. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. That is P. So P യുടെ സ്ക്വയർ. സോ ഇവിടെയും നമുക്ക് 1 സ്ക്വയർ ഇൻറ്റു P എന്ന് പറയുന്ന P എന്ന് കിട്ടും. ആൻഡ് P മൈനസ് P സ്ക്വയർ എന്ന് വരും. P മൈനസ് P സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഒരു P പുറത്തെടുത്ത് കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് ഒരു P എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് P എന്ന് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു Q. 1 മൈനസ് P ഇസ് ആക്ച്വലി Q. സോ PQ. സോ വേരിയൻസ് ഇസ് PQ. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് PQ ആണ്. നെക്സ്റ്റ് ഇസ് മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ. എപ്പോഴും നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ്റെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മീന്, വേരിയൻസ്, മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ. മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ പറയുന്നത് വഴി ഓട്ടോമാറ്റിക്കലി എല്ലാ മൊമെൻറ്റ്സും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. സോ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ MXT is equal to, for a discrete distribution, this is summation x-ൻ്റെ വാല്യൂ 0 and 1 e raised to tx into f of x. So e raised to tx, x-ന് 0 കൊടുക്കുമ്പോൾ e raised to t into 0, e raised to 0 into q plus e raised to x-ന് 1 കൊടുക്കുമ്പോൾ e raised to t, അതായത് t into 1, that is t p. അപ്പോൾ e raised to 0 q plus e raised to t p. Again any number raised to 0 is 1. So q plus p e raised to t. Q plus P raised to T is the moment generating function of Bernoulli distribution. അപ്പം ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഒത്തിരി അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടില്ല. അതിൻ്റെ പ്രോബ്ലംസും മറ്റൊന്നുമില്ല. ബിക്കോസ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്യുമ്പം, അതായത് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒറ്റ ട്രയലാണ്. ഹാവിങ് 2 പോസിബിൾ ഔട്ട്കംസ്. വൺ ഇസ് സക്സസ് ആൻഡ് ദ അതർ ഇസ് ഫെയിലിയർ. Success is taking the value 1 and failure is taking the value 0. And with the probabilities of success P and probability of failure Q,
അത്രയും എളുപ്പമുള്ള ഒരു ട്രയൽ വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനെയാണല്ലേ നമ്മൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിച്ചത്. ആ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഈ പറഞ്ഞ കണ്ടീഷൻസിലുള്ള ഔട്ട്കംസ് റിപ്പീറ്റ് ചെയ്ത് വരിക, അതായത് ഒരു ഔട്ട്കമ്മിൽ സക്സസ്സോ ഫെയിലിയറോ, അങ്ങനെ ഡിഫറെൻറ്റ് ഔട്ട്കംസ്, ഡിഫറെൻറ്റ് ട്രയൽസ്, അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സിനെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അത് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷനാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. സോ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ഈസ് വൺ ഓഫ് വിച്ച് the random variable can take only two values, 0 and 1, 0 with probability q and 1 with probability p, and mean is p, variance is pq, and moment generating function mxt is q plus p raised to t. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു nth വെർഷനായിട്ട് വരെ അല്ലെങ്കിൽ n ട്രയൽസ് എടുക്കുമ്പോൾ കിട്ടുന്ന ആളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദ വെരി ഇമ്പോർട്ടൻറ്റ്, ഈ സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡിസ്ട്രിബ്യൂഷൻസിൽ ഒരാളായിട്ടുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡീസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ച ആളുടെ പേര് ജെയിംസ് ബെർണോളി എന്നാണ്. അതുകൊണ്ടാണ് ബെർണോളി ട്രയൽ എന്നും ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്നും മറ്റതിന് പേര് വന്നത്. അതിൻ്റെ n ട്രയൽസ് എടുക്കുമ്പോൾ കിട്ടുന്ന ആളാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹൂ ഈസ് ദ, എനിക്ക് ക്വസ്റ്റ്യൻ ഓർമ്മയില്ല, ഇത് കണ്ടുപിടിച്ച ആളാരാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. സോ ജെയിംസ് ബെർണോളി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ച ആൾ. So what is binomial distribution? A random variable x is said to follow binomial distribution. എപ്പോഴും ഒരു ഡിസ്ട്രിബ്യൂഷൻ, തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഡിഫൈൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഡിഫൈൻ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, ഡിഫൈൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ടാവും. ആ റാൻഡം വേരിയബിളാണ് ആ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെപ്പോഴും പലപ്പോഴും കുട്ടികളോട് ഡിഫൈൻ ചോദിക്കുമ്പോഴത്തേക്കും f(x) മാത്രം എഴുതി വയ്ക്കാറുണ്ട്. അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. ഒരു റാൻഡം വേരിയബിൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ ആ റാൻഡം വേരിയബിളിൻ്റെ PDF ആണ് ഈ പറയുന്ന f(x) എന്ന് പറഞ്ഞ് നമ്മൾ പറയാൻ പോകുന്നത്. സോ എപ്പോഴും എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോ ദാറ്റ് പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. So a random variable x is said to follow binomial distribution with parameters n and p. എപ്പോഴും ഒരു ഡിസ്ട്രിബ്യൂഷനകത്ത് ഒരു അൺനോൺ വാല്യൂ ഉണ്ടാവും. ആ അൺനോൺ വാല്യൂവിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. സോ ഇവിടുത്തെ പാരാമീറ്റർ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്നും പിയും ആണ്. നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ എടുത്തു കഴിഞ്ഞാൽ അവിടെ n ആയിരുന്നു പാരാമീറ്റർ. അതുപോലെ നമ്മുടെ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ പി ആണ് പാരാമീറ്റർ. അവിടെ ഒരു പാരാമീറ്ററേ ഉള്ളൂ, പി എന്ന് പറയുന്നത്. അപ്പം ചോദിക്കും ക്യൂ ഒരു പാരാമീറ്റർ അല്ലേ? അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഈസ് 1 - p. ദാറ്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് വെൻ പി ഈസ് നോട്ട്. പി അറിയാമെങ്കിൽ ക്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പി ആണ് അവിടുത്തെ പാരാമീറ്റർ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്നും പിയുമാണ്. ഇഫ് f(x) is equal to n(cx), p raised to x, q raised to n minus x, where x is equal to 0, 1, 2, etc. up to n, p lies in between 0 and 1, and q is 1 minus p and 0 elsewhere. സോ ഇത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം, ഒന്നിലധികം പ്രോബ്ലംസ് നമ്മളിത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കോയിൻസ് ടോസ് ചെയ്യുന്ന കേസിലൊക്കെ നമ്മൾ 5cx 8cx എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റിയിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. f(x) ഇതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഇത്ര അറിഞ്ഞിരിക്കേണ്ടത്, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ അതിൻ്റെ PDF, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് n(cx), p raised to x, q raised to n minus x ആയിരിക്കണം. ആൻഡ് എക്സിൻ്റെ വാല്യൂസ് 0, 1, 2, 3x. അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ് വാല്യൂസ് ടിൽ n ആയിരിക്കണം. n വരെ റിപ്പറ്റീഷൻ വരും. n വരെയുള്ള വാല്യൂസ് അതിനെടുക്കാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കുള്ളൊരു നമ്പർ ആയിരിക്കും. ക്യൂ എന്ന് പറയുന്നത് 1 - പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിരിക്കും. ആൻഡ് ഇവിടെയും നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, PDF എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം n(cx) എന്ന് പറയുന്നത് വിൽ ബി എ പോസിറ്റീവ് നമ്പർ, p എന്ന് പറയുന്നത് ഈസ് എ പോസിറ്റീവ് നമ്പർ ബൈ
definition. So p raised to x will be again a positive number. Q is 1 minus p. So and p is a positive number. So 1 minus p is again a positive number. That is q is a positive number. Q raised to n minus x will be a positive number. So this as whole is a positive number. That is f of x is greater than or equal to 0. It's always greater than or equal to 0. അപ്പോൾ ഒരു പി ഡി എഫ് ആകാനുള്ള ആദ്യത്തെ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ് ആകും. ബട്ട് നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇതൊരു പി ഡി എഫ് ആണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. പി ഡി എഫ് ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ തൊട്ട് മുന്നത്തെ സെമ്മിൽ പഠിച്ചു. പി ഡി എഫിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എക്സാം വരാൻ പോകുന്നേ ഉള്ളൂ. സോ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെയോ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെയോ പി ഡി എഫ് എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരെണ്ണവും അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നതും ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരുന്ന സമയത്തും അതേ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട്. ദെൻ സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇസ് സമ്മേഷൻ 0 to n c x p raised to x q raised to n minus x. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് എക്സിന് 0 1 2 3 എന്ന് വാല്യൂസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം വിൽ ബി എൻ സി 0 പി റേസ് ടു 0 ക്യൂ റേസ് ടു എൻ മൈനസ് 0. ദാറ്റ് ഇസ് ക്യൂ റേസ് ടു എൻ എന്നാണ് ആദ്യത്തെ ടേം വരിക. പ്ലസ് സെക്കൻഡ് ടേം എൻ സി 1 ദാറ്റ് ഇസ് എൻ പി റേസ് ടു 1 ദാറ്റ് ഇസ് പി ക്യൂ റേസ് ടു എൻ മൈനസ് 1 എന്ന് വരും. അത്തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ട് ബൈനോമിയൽ എക്സ്പാൻഷൻ. ക്യൂ റേസ് ടു നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ എന്നായിരിക്കും. എ റേസ് ടു എൻ പ്ലസ് എൻ സി 1 എ റേസ് ടു എൻ മൈനസ് 1 ബി പ്ലസ് എൻ സി 2 എ റേസ് ടു എ സ്ക്വയർ ബി റേസ് ടു എൻ മൈനസ് 2. അങ്ങനെ നമ്മൾ അതായത് ഒന്ന് കുറഞ്ഞോ മറ്റേത് കൂടി വരുന്ന രീതിയിൽ നമ്മൾ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഇതും അത്തരത്തിൽ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പാൻഷൻ ആയിട്ടാണ് ഈ സമ്മേഷൻ വരുന്നത്, ഈ സീരീസ് വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ക്യൂ പ്ലസ് പി ദ ഹോൾ റേസ് ടു എൻ. ദിസ് സം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ബൈനോമിയൽ. ദിസ് ഇസ് ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് ക്യൂ പ്ലസ് പി ദ ഹോൾ റേസ് ടു എൻ. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഇസ് 1 മൈനസ് പി പ്ലസ് പി ദ ഹോൾ റേസ് ടു എൻ മൈനസ് പി എൻ പ്ലസ് പി ഗെറ്റ് ക്യാൻസൽഡ് 1 റേസ് ടു എൻ ഇസ് 1. സോ സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതൊന്നും നമുക്ക് പഠിക്കാനുള്ള കാര്യമല്ല, അതായത് പരീക്ഷയ്ക്ക് നമുക്കിങ്ങനെ ചോദിക്കത്തില്ല. ബട്ട് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. സോ വി ഹാവ് ടു സെൽഫ് കൺവിൻസ്ഡ് ദാറ്റ് ഇതൊരു പി ഡി എഫ് ആണ് എന്ന് പറയുമ്പോൾ അത് പി ഡി എഫിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം കൺവിൻസ്ഡ് ആയിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോകുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ദ ഫസ്റ്റ് പ്രോബ്ലം ഇസ് 5 unbiased dice are thrown. Find the probability that at most 2 of them will show 6. 5 അൺബയാസ്ഡ് ഡൈസ് ആണ് എറിയുന്നത്. അപ്പം ഡൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം 1 2 3 4 5 6 ആണ് അതിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ 5 അൺബയാസ്ഡ് ഡൈസ് നമ്മൾ ത്രോ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ രണ്ടെണ്ണമെങ്കിലും അല്ല, അറ്റ്മോസ്റ്റ് എന്നാണ്, മാക്സിമം 2 എണ്ണം എന്ത് കാണിക്കാൻ പാടുള്ളൂ, 6 കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So before we define binomial distribution to this case, അതായത് നമുക്ക് പറഞ്ഞിരിക്കുന്ന 5 ഡൈസ് ത്രോ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി that at most 2 of them will show 6. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്താണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈസ് 5 പ്രാവശ്യം പറഞ്ഞാൽ, അതായത് ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ബെർണോളി ട്രയലായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം. ബെർണോളി ട്രയൽസ് ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഡൈ എറിയുക. അതിൽ നമുക്ക് വേണ്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് 6 ആയതുകൊണ്ട് 6 വരിക എന്ന് പറയുന്നത് ഒരു സക്സസ്സും ബാക്കി ഏതൊരു നമ്പർ വരിക എന്ന് പറഞ്ഞാൽ അത് ഫെയിലിയറും.
അപ്പം 6 വരുന്നത് സക്സസ്സും ബാക്കി എല്ലാ നമ്പേഴ്സും ഫെയിലിയറും. സോ അതൊരു ബെർണോളി എക്സ്പെരിമെൻ്റ് ആയിക്കഴിഞ്ഞു. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ 5 പ്രാവശ്യം റിപ്പീറ്റേഷൻ, അതായത് ഒരു ഡൈ നമ്മൾ 5 പ്രാവശ്യം എറിയുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിച്ച് നോക്കാം. അപ്പം അത്തരത്തിലാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് ദ ഒക്കറൻസ് ഓഫ്, ഇവിടെ തൊട്ട് നമ്മുടെ ആൻസർ തുടങ്ങുന്നത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. ലെറ്റ് ദ ഒക്കറൻസ് ഓഫ് 6 be defined as success and occurrence of all other phase be defined as failures. ഇനി നമുക്കിതിൻ്റെ പ്രോബബിലിറ്റീസ് ആണ് വേണ്ടത്. സക്സസിൻ്റെ പ്രോബബിലിറ്റി പിയും ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി ക്യൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം അൺബയാസ്ഡ് ഡൈസ് എന്ന് തന്നിട്ടുണ്ട്. സിൻസ് ദ ഡൈസ് ആർ given to be unbiased, probability of success എന്ന് പറഞ്ഞാൽ 6 കിട്ടുക എന്നുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. സക്സസ് പി ഈസ് ഈക്വൽ ടു 6 വരിക എന്ന് പറഞ്ഞാൽ ഒരു അൺബയാസ്ഡ് ഡൈയിൽ 6 എന്ന നമ്പർ വരിക എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഈസ് 1/6. ആൻഡ് അപ്പോൾ ക്യൂ എന്തായിരിക്കും? ക്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. അതായത് ബാക്കിയുള്ള നമ്പേഴ്സ് ഏത് വന്നാലും, ബാക്കിയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് നമുക്കറിയാം, 5 നമ്പേഴ്സ് ആർ ദയർ. സോ 5/6 ആയിരിക്കും എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. അതർവൈസ് വി നോ ദാറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു 1 - p വിച്ച് ഈസ് ഈക്വൽ ടു 1 - 1/6 വിച്ച് ഈസ് ഈക്വൽ ടു 5/6. അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി എന്ന് പറയുന്നത് 1/6 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ക്യൂ ഈസ് ഈക്വൽ ടു 5/6. അപ്പോൾ ഇനി നമുക്ക് റാൻഡം വേരിയബിൾ പറയാം. എന്താണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്? സോ റാൻഡം വേരിയബിൾ നമുക്ക് വേണ്ടുന്ന നമ്പർ ഓഫ് ഡൈസ് ആണ്. ഡൈസ് ഷോയിങ് 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഡൈസ് 6 കാണിച്ചു എന്നുള്ളതാണ്. സോ ആ എത്ര ഡൈസ് എന്നുള്ള എണ്ണമായിരിക്കണം നമ്മൾ എക്സ് എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ലെറ്റ് എക്സ് be the number of dice showing 6. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം ഈ എക്സ് എന്ന് പറയുന്നത്, എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, എത്ര ഡൈസാണ് 6 കാണിച്ചത്. സോ നമ്മളിപ്പോൾ പറഞ്ഞു 5 ഡൈസാണ് നമ്മൾ കണക്കിലെടുത്ത്, അല്ലെങ്കിൽ 5 പ്രാവശ്യം 5 ഡൈസ് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം എറിഞ്ഞു എന്നുള്ള കണക്കാണ്. അപ്പോൾ അതിൽ എത്ര എണ്ണം എന്നുള്ളത് 5. അപ്പം ഒരു ഡൈസും ചിലപ്പോൾ 6 കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എക്സിന് 0 എന്ന വാല്യൂ എടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ഡൈസ് ആയിരിക്കും 6 കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ടിൽ 5 ഡൈസും ചിലപ്പോൾ എന്ത് കാണിക്കാം, നമ്മുടെ 6 കാണിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 0, 1, 2, 3, 4, 5 ആൻഡ് 6. സോറി നോട്ട് 6, ടിൽ 5. 5 ഡൈസാണ് എറിഞ്ഞത്. അപ്പോൾ 5 വരെയുള്ള നമ്പേഴ്സാണ് എക്സിന് എടുക്കാൻ പറ്റുന്നത്. ആൻഡ് വിത്ത് ദ പ്രോബബിലിറ്റി, അതായത് PDF എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5cx 1/6 റേസ് ടു എക്സ് ആൻഡ് 5/6 റേസ് ടു 5 - x. അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് പറയാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതെന്ന് ധൈര്യമായിട്ട് പറയാം. ദെൻ എക്സ് ഫോളോസ് ബൈനോമിയൽ. സാധാരണ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് BNP എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബൈനോമിയൽ ഓഫ് n ഇസ് ഈക്വൽ ടു 5, 5 പ്രാവശ്യം. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇസ് 1/6. BNP, ദാറ്റ് ഇസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഇസ് ഈക്വൽ ടു 5 ആൻഡ് p ഇസ് ഈക്വൽ ടു 6. ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5cx 1/6 റേസ് ടു എക്സ് 5/6 റേസ് ടു 5 - x. അത് നമ്മൾ പഠിച്ചു NCX P റേസ് ടു എക്സ് Q റേസ് ടു n - x എന്നുള്ള ഫോം. സോ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര ടിൽ 5 ആൻഡ് 0 elsewhere. So we could consider this as a ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു പ്രോബബിലിറ്റിയാണ്. പക്ഷേ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് PDF കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ്. യൂഷ്വലി നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച പ്രോബ്ലംസിലെല്ലാം തന്നെ നമ്മൾ PDF നമുക്ക് തന്നിരിക്കും.
എന്നിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിരിക്കില്ല, PDF തന്നിരിക്കില്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ബിലോങ്സ് ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ചോദ്യത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇത് ബൈനോമിയലാണോ ഇത് പോയിസൺ ആണോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്, അതായത് ഒരു സക്സസ് ഫെയിലിയറായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തരത്തിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചോദ്യത്തിലാണെങ്കിൽ നമുക്കൊരു N കണ്ടുപിടിക്കാൻ പറ്റി, ഒരു P പറയാൻ പറ്റി, ഒരു Q പറയാൻ പറ്റി. അത് ഫോളോ ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു വിത്ത് PDF NCX P raised to X Q raised to N minus X, where X is equal to 0, 1, 2, 3, etc. Tn. Nൻ്റെ വാല്യൂ ആണ് 5 എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ PDF. Now we move on to the probability. നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്മോസ്റ്റ് 2 of them show 6. അറ്റ്മോസ്റ്റ് 2, മാക്സിമം 2, 2-നെക്കാട്ടിൽ കുറവ് വേണമെങ്കിലാവാം, മാക്സിമം 2. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സിൻ്റെ മാക്സിമം വാല്യൂ ആണ് 2. എക്സിന് അതിനെക്കാട്ടിലും താഴോട്ട് ഏത് വാല്യൂ വേണോ എടുക്കാം, ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. 0 എടുക്കാം, 1 എടുക്കാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2. ദാറ്റ് ഈസ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സിന് ഇതിനകത്ത് 0 കൊടുക്കുക. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിന് ഇതിനകത്ത് 1 കൊടുക്കുക. എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എക്സിന് ഇതിനകത്ത് 2 കൊടുക്കുക. സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതായത് ദിസ് വിൽ ബി ഈക്വൽ ടു 5C0 1/6 raised to 0, 5/6 raised to 5 minus 0 plus f of 1 is 5C1 1/6 raised to 1, 5/6 raised to 5 minus 1. Again plus 5C2 1/6 raised to 2, 5/6 raised to 5 minus 2. So calculate ഇത് ചെയ്ത് നോക്കുക. You will get an answer. Upload that into the classroom assignment. അപ്പോൾ ഇതേപോലത്തെ വേറെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 8 fair coins are tossed 256 times. ഇവിടെ നമ്മൾ കോയിനാണ് ടോസ് ചെയ്യുന്നത്. 8 കോയിൻസ് ആണ്, ഫെയർ കോയിൻസ് ആണ്. ഫെയർ എന്ന് പറയുമ്പോൾ അൺബയാസ്ഡ് എന്നുള്ള മീനിങ് ആണ്. അതായത് ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റിയും ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റിയും 1/2 ഈച്ച് ആയിരിക്കും. സോ ഇറ്റ് ഇസ് ടോസ്ഡ് 256 ടൈംസ്. അപ്പോൾ അങ്ങനെയുള്ള കോയിൻസ് എത്ര പ്രാവശ്യം എറിഞ്ഞു? 256 പ്രാവശ്യം എറിഞ്ഞു. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇൻ ഹൗ മെനി ടോസസ് ഡു യു എക്സ്പെക്റ്റ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. എത്ര ടോസസിലാണ് നമുക്ക് ഒരു ഹെഡെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റേഷനാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്, നമുക്ക് എത്ര പ്രാവശ്യം എന്നുള്ളൊരു കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ബൈ ടോട്ടൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫേവറബിൾ നമ്പർ ബൈ ടോട്ടൽ. ആൻഡ് നമുക്ക് ടോട്ടൽ നമ്പർ അറിയാം. പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ ഫേവറബിൾ നമ്പർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസി. എഫ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എൻ ആയിരിക്കും, പ്രോബബിലിറ്റി ഇൻറ്റു എൻ. ആ പ്രോബബിലിറ്റിയാണ് നമ്മൾ PDF ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് പറയണ്ട. നമുക്കിവിടെ എത്ര ഹെഡ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ റാൻഡം വേരിയബിൾ പറയാൻ പോകുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യണം എന്താണെന്നുള്ളത്. സോ ലെറ്റ് എക്സ് ഡിനോട്ട്, ഇവിടുത്തെ റാൻഡം വേരിയബിൾ എന്തിനെ ഡിനോട്ട് ചെയ്യും? ദ നമ്പർ ഓഫ് ഹെഡ്സ് വെൻ 8 fair coins are tossed. 8 fair coins are tossed. 8 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ അതിൽ എത്ര പ്രാവശ്യം ഹെഡ് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. സോ എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n is equal to 8 ആൻഡ് p is equal to 1/2. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും q is also 1/2. കാരണം ഇവിടുത്തെ സക്സസ് എന്ന് പറയുന്നത് ഹെഡ് വരിക എന്നുള്ളതാണ്. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. ഫെയിലിയർ എന്ന് പറയുന്നത് ടെയിൽ വരുന്നതാണ്. അതിൻ്റെ പ്രോബബിലിറ്റിയും 1/2 ആണ്. സോ 8 കോയിനാണ് എറിഞ്ഞത്. സോ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അതായത് ഒരു പ്രാവശ്യം എറിയുമ്പോൾ ഹെഡ് വരിക ടെയിൽ വരിക. അതിനെ നമ്മൾ 8 കോയിനായിട്ട് 8 പ്രാവശ്യം എറിഞ്ഞു എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിത് പറയുന്നത്. സോ x follows binomial with n is equal to 8 and p is equal to 1/2. So f of x will be 8cx ncx p raised to 1/2 raised to x 1 again q, that is 1 minus 1/2, that is again 1/2 raised to 8 minus x.
ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യാം. എ റൈസ് ടു എന്നും എ റൈസ് ടു എം. എ റൈസ് ടു എമ്മിൻ്റെ എ റൈസ് ടു എൻ ഇസ് എ റൈസ് ടു എം പ്ലസ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു 8cx 1/2 റൈസ് ടു എക്സ് പ്ലസ് 8 മൈനസ് എക്സ്. അപ്പോൾ എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയിട്ട് റൈസ് ടു ദ പവർ 8 എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു 0 1 2 till 8 വരെ. എക്സിൻ്റെ വാല്യൂ എവിടെ തൊട്ട് വേരി ചെയ്യും? അതായത് 8 പ്രാവശ്യം 8 കോയിൻസ് ടോസ് ചെയ്തപ്പോൾ എത്ര പ്രാവശ്യം ഹെഡ് കിട്ടി? ചിലപ്പോൾ 8 കോയിനും ഹെഡ് കാണിച്ചിട്ടുണ്ടാവില്ല, 0 ആയിരിക്കും. ചിലപ്പോൾ 1 കോയിനായിരിക്കും ഹെഡ് കാണിച്ചത്, 1 വരാം. ചിലപ്പോൾ 2 കോയിനായിരിക്കും ഹെഡ് കാണിച്ചത്, 2 വരാം. ടിൽ നമ്മൾ എറിഞ്ഞ 8 കോയിൻസും ഹെഡ് കാണിച്ചെന്ന് വരാം. എക്സ് ഇസ് ഈക്വൽ ടു 8. സോ ദാറ്റ് ആർ ദ വാല്യൂസ് ദാറ്റ് എക്സ് ക്യാൻ ടേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ PDF എന്ന് പറയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണെങ്കിലും നമ്മൾ ആദ്യം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ആദ്യം കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡെങ്കിലും കിട്ടുക. ഒരു ഹെഡെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാലോ മിനിമം 1 എന്നാണ്. അപ്പോൾ പ്രോബബിലിറ്റി മാക്സിമം എത്ര വേണോ ആവാം. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. മിനിമം 1, മാക്സിമം എത്ര വാല്യൂ വേണോ ആവാം. എക്സിൻ്റെ വാല്യൂ 1-നേക്കാട്ടിലും 1 അതിലധികമോ ആണ്, അതിൽ താഴെ വരില്ല. അപ്പം നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പാടാണ്. ഇതെന്ന് പറയുന്നത് f(1) + f(2) + f(3), അതായത് പ്രോബബിലിറ്റി എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കണം. അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത് 1 - പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ 1 കണ്ടുപിടിക്കുന്നതായിരിക്കും. അതായത് 1-നേക്കാട്ടിലും താഴെ ആകെ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എക്സിന് 0 കൊടുക്കുന്ന വാല്യൂ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി 1 - f(0). f(0) എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് 8c0 1/2 റൈസ് ടു 8 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് 1/2 റൈസ് ടു 8 തന്നെ ആയിരിക്കും. അതായത് 1 - 1/2 റൈസ് ടു 8. 8c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി നമ്പർ NC0 എന്ന് പറയുന്നത് 1 ആണ്. സോ 1/2 റൈസ് ടു 8 എന്നാണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഹെഡ് കിട്ടുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഞാൻ പറഞ്ഞു, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് F/n ആണ്. സോ പ്രോബബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടുത്തെ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 256 ടൈംസ് ആണ്. സോ 256 ടൈംസ് ദ കോയിൻ ഹാസ് ബീൻ ടോസ്ഡ്. അപ്പോൾ 256 ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫേവറബിൾ നമ്പർ കിട്ടും. സോ നമ്പർ ഓഫ് ടോസസ് ഇൻ വിച്ച് we expect at least 1 head, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. which is equal to 256 into probability of getting at least 1 head. At least 1 head. സോ പ്രോബബിലിറ്റി ഇതെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ ബൈ ടോട്ടലാണ്. സോ ടോട്ടൽ ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഫേവറബിൾ നമ്പർ കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 256 ഇൻറ്റു 1 - 1/2 റൈസ് ടു 8 എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ് വാല്യൂ വരുന്നതെന്ന് നോക്കാം. നമ്പർ എന്ന് ഒരു റൗണ്ട് ഓഫ് ചെയ്തൊരു മേ ബി ഡെസിമലായിട്ട് കിട്ടുകയാണെങ്കിലും റൗണ്ട് ഓഫ് ചെയ്ത് നിയറസ്റ്റ് ഇൻറ്റീജർ റൗണ്ട് ഓഫ് ചെയ്ത് ഇൻറ്റീജറായിട്ട് എഴുതാം, ഹോൾ നമ്പറായിട്ട് എഴുതാം. സോ അതും ഒരു ക്വസ്റ്റ്യനും കൂടി ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നു, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുക. പ്രോബബിലിറ്റി ഓഫ് സക്സസ് കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ കണ്ടുപിടിക്കുക, എന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് PDF എഴുതിയിട്ട് ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും പഠിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസും കൂടുതൽ ക്വസ്റ്റ്യൻസും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.